അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡേറ്റ ടൈപ്പുകളെ പറ്റിയിട്ടാണ്. അതായത് നമ്മൾ കഴിഞ്ഞ ദിവസം വേരിയബിൾസ് പഠിച്ച സമയത്ത് ചെറുതായിട്ടൊന്ന് സൂചിപ്പിച്ചിരുന്നു എന്താണ് ഡേറ്റ ടൈപ്പ് എന്ന് പറയുന്ന കാര്യങ്ങൾ. നമുക്ക് ആക്ച്വലി സി പ്രോഗ്രാമിംഗ് എടുക്കുകയാണെങ്കിൽ അവിടെ ഡിഫറെൻറ്റ് ടൈപ്പുകളിലുള്ള ഡേറ്റാസ് ഉണ്ട്, റൈറ്റ്? അതായത് ഇപ്പോൾ നമുക്കറിയാം ഒരു ടെക്സ്റ്റ് ഫോമിലുള്ള ഡേറ്റ ഉണ്ട്, അതുപോലെ തന്നെ ഒരു ഡിജിറ്റ് ഉണ്ട്, പിന്നെ ഡിജിറ്റിൽ തന്നെ ഡെസിമൽ പോയിൻ്റ് വരുന്ന ഡേറ്റാസ് ഉണ്ട്, അതുപോലെ തന്നെ ക്യാരക്ടേഴ്സ് ഉണ്ട്, അതായത് ABC പോലുള്ള ക്യാരക്ടറുകളുണ്ട്. അപ്പോൾ ഇത് പല പല ഡേറ്റയാണെന്ന് നമുക്ക് റെക്കഗ്നൈസ് ചെയ്യാം. ഓക്കെ, ഇതുപോലെ തന്നെ ആ പ്രോഗ്രാമും എന്ത് ചെയ്തിട്ടുണ്ട്, ഇതിനെ പല പല ഡിവിഷൻസ് ആക്കി തിരിച്ചിട്ടുണ്ട്. അതായത് ഒരു ക്യാരക്ടർ ഡേറ്റ ഉണ്ട്, അതുപോലെ തന്നെ ഒരു ഇൻറ്റീജർ ഡേറ്റ ഉണ്ട്, അതുപോലെ തന്നെ ഒരു ഡെസിമൽ പോയിൻ്റ് ഡേറ്റേഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ ഈ ഡെസിമൽ പോയിൻ്റ് തന്നെ കുറച്ചും കൂടി ഒരു സൈസ് കൂടിയ തരത്തിലുള്ള, അതായത് നമുക്ക് ഡെസിമൽ പോയിൻ്റ് കഴിയുമ്പോൾ സൈസ് കൂടിയും കുറഞ്ഞൊക്കെ വരാമല്ലോ. അപ്പോൾ അതിനനുസരിച്ച് ഉപയോഗിക്കുന്ന ഡേറ്റ ടൈപ്പുകളുണ്ട്, റൈറ്റ്? അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് എഴുതിയിട്ട് കാണിച്ചു തരാം. അതായത് നമുക്ക് എന്തൊക്കെ തരത്തിലുള്ള ഡേറ്റ ഉണ്ട്. ഒരു ഇൻറ്റീജർ എന്ന് പറയുന്ന ഒരു ഇൻറ്റീജർ ടൈപ്പിലുള്ള ഡേറ്റ ഉണ്ട്, അതുപോലെ തന്നെ ഒരു ഡെസിമൽ പോയിൻ്റ് വരുന്ന ഒരു ഡേറ്റ ഉണ്ട്, ആൻഡ് എന്തുണ്ട്, ഒരു ക്യാരക്ടർ ഫോമിലുള്ള ഡേറ്റ ഉണ്ട്. അപ്പോൾ ആക്ച്വലി എന്താണ് ഇങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്പുകളിലെ ഡേറ്റ എന്ന് ചോദിക്കുകയാണെങ്കിൽ, ഒരു ഡേറ്റ എന്ന് പറയുമ്പോൾ അതിനൊരു നേച്ചർ ഉണ്ടായിരിക്കും. അപ്പോൾ ആ നേച്ചറിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് തിരിച്ചേക്കുന്നത്. ഇപ്പോൾ ഒരു ടെക്സ്റ്റ് ഫോമിലുള്ള ഡേറ്റ ആണെങ്കിലോ അത് ക്യാരക്ടറായിട്ട് സ്റ്റോർ ചെയ്യും. എന്നാൽ ഒരു 5 എന്ന് പറയുന്ന ഒരു ഡിജിറ്റ് ഡേറ്റ ആണെങ്കിലോ അതിൽ ഡെസിമൽ പോയിൻ്റ് ഒന്നുമില്ല. സ്വാഭാവികമായിട്ട് നമ്മൾ ഇൻറ്റീജർ എന്ന് പറയുന്ന ഒരു ഇതിലായിരിക്കും സ്റ്റോർ ചെയ്യുക. എന്നാൽ 5.7 എന്ന് പറയുന്നതോ അതിൽ പോയിൻ്റ് ഉണ്ട്, അത് സ്വാഭാവികമായിട്ട് ഡെസിമലിലോട്ട് സ്റ്റോർ ചെയ്യുന്ന. അപ്പോൾ എന്താണ് ഇങ്ങനെ പല പല സ്ഥലത്തോട്ട് സ്റ്റോർ ചെയ്യുന്നത് ചോദിക്കുകയാണെങ്കിൽ, നമ്മുടെ സി പ്രോഗ്രാമിങ്ങിൽ ആക്ച്വലി ഇൻറ്റീജർ ടൈപ്പിലുള്ള ഡേറ്റ ബേസിക്കലി ഹോൾഡ് ചെയ്യുന്ന സൈസ് എന്ന് പറയുന്ന 2 ബൈറ്റ് അല്ലെങ്കിൽ 4 ബൈറ്റുകളായിരിക്കും. ഡെസിമൽ ഫോമിലുള്ള ഡേറ്റയോ അത് ഹോൾഡ് ചെയ്യുന്നത് 4 ബൈറ്റ് അല്ലെങ്കിൽ ഡെസിമലിന് 4 ബൈറ്റ് അല്ലെങ്കിൽ 8 ബൈറ്റിലുള്ള ഡേറ്റ ആയിരിക്കും. 8 ബൈറ്റ്സ് ഓഫ് മെമ്മറി എടുക്കും ആ ഒരു ഡേറ്റ സ്റ്റോർ ചെയ്യാൻ. ക്യാരക്ടർ ആണെങ്കിൽ 1 ബൈറ്റ് മാത്രമേ എടുക്കുകയുള്ളൂ, കാര്യം ഒരു സിംഗിൾ ഡിജിറ്റ് അല്ലേ ഉള്ളൂ, സിംഗിൾ ക്യാരക്ടർ അല്ലേ ഉള്ളൂ, റൈറ്റ്? അപ്പോൾ ഇങ്ങനെ ഡേറ്റയുടെ നേച്ചറിനനുസരിച്ചിട്ട് എത്ര സൈസ് വേണമെന്ന് ഡിക്ലെയർ ചെയ്യാൻ അല്ലെങ്കിൽ അതിനെ മനസ്സിലാക്കാനാണ് നമ്മൾ എന്ത് ചെയ്യുക, പല പല ഡിഫറെൻറ്റ് ടൈപ്പുകളിലായിട്ട് ഡേറ്റിനെ തിരിക്കുന്നത്, റൈറ്റ്? ഇപ്പോൾ നമുക്കൊരു ടെക്സ്റ്റ് സ്റ്റോർ ചെയ്യാനോ അല്ലെങ്കിൽ ഒരു പോയിൻ്റ് വരുന്ന സംഖ്യ സ്റ്റോർ ചെയ്യാനുള്ള സൈസൊന്നും നമുക്കൊരു പോയിൻ്റ് ഇല്ലാത്ത സംഖ്യ സ്റ്റോർ ചെയ്യാൻ വേണ്ടല്ലോ. അതുകൊണ്ടാണ് പലതരത്തിലുള്ള ഡേറ്റയ്ക്ക് തിരിച്ചേക്കുന്നത്. അതുപോലെ തന്നെ പ്രോഗ്രാമിങ്ങിന് മനസ്സിലാകാനും. ഓക്കെ, ഇപ്പോൾ ഒരു ഇൻറ്റീജർ ആണെങ്കിൽ ബേസിക്കലി അതിന് 2 ബൈറ്റ്സ് അല്ലെങ്കിൽ 4 ബൈറ്റ്സ് വരെ മെമ്മറി ലൊക്കേഷൻ എടുക്കാം. അതുപോലെ തന്നെ ഡെസിമൽ ആണെങ്കിലോ, ഡെസിമൽ എന്ന് പറയുന്ന ഒരു ടൈപ്പ് അല്ല. ഡെസിമൽ എന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ളതാണ്. കമ്പ്യൂട്ടറിൻ്റെ ഭാഷയിൽ ഡെസിമൽ എന്ന് പറയുന്നത് ബേസിക്കലി എങ്ങനെയാണ്, ബേസിക്കലി ഫ്ലോട്ട് അല്ലെങ്കിൽ ഡബിൾ, ഇത് രണ്ടും ഡെസിമൽ പോയിൻ്റ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടൈപ്പാണ്. ഇതിൽ ഫ്ലോട്ട് എന്ന് പറയുന്നത് ബേസിക്കലി എന്തായിരിക്കും, ഒരു 4 ബൈറ്റ്സ് ആയിരിക്കും അത് സ്റ്റോർ ചെയ്യാൻ എടുക്കുന്ന സ്പേസ്. എന്നാൽ നമുക്ക് പോയിൻ്റ് കഴിഞ്ഞിട്ട് ഒത്തിരി സംഖ്യകളുണ്ട്, ഒരു വലിയൊരു നമ്പർ ആണെങ്കിലോ നമ്മളവിടെ ഡബിൾ യൂസ് ചെയ്യണം. കാര്യം ഡബിൾ സ്റ്റോർ ചെയ്യാൻ അല്ലെങ്കിൽ ഡബിൾ ടൈപ്പുള്ള ഡേറ്റ ആണെങ്കിൽ അത് 8 ബൈറ്റുകൾ എടുക്കും മെമ്മറിയിൽ. ഓക്കെ, ക്യാരക്ടർ ആണെങ്കിൽ സ്വാഭാവികമായിട്ടും 1 ബൈറ്റ് മാത്രമേ എടുക്കുകയുള്ളൂ. ഇതാണ് ആക്ച്വലി ഡേറ്റ ടൈപ്പുകൾ എന്ന് പറയുന്നത്. കാര്യം ഇത്രയും സിമ്പിളായിട്ടുള്ളൊരു കോൺസെപ്റ്റാണ് ആക്ച്വലി ഡേറ്റ ടൈപ്പ് എന്ന് പറയുന്നത്. നമുക്ക് ഈ ഒരു കോൺസെപ്റ്റ് മാത്രം അറിഞ്ഞിരുന്നാൽ മതി മുന്നോട്ടുള്ള പ്രോഗ്രാമിംഗ് നമുക്ക് പഠിക്കാനായിട്ട്. ഓക്കെ, അപ്പോൾ ഇതുപോലെ തന്നെ അപ്പോൾ നമുക്ക് മനസ്സിലായി നമുക്ക് കുറേ ടൈപ്പിലുള്ള ഡേറ്റയുണ്ട്, അല്ലെങ്കിൽ ഇൻറ്റീജർ ഡെസിമൽ ക്യാരക്ടർ എന്ന തരത്തിൽ ഡേറ്റിനെ തിരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് തിരിച്ചേക്കുന്ന അടിസ്ഥാനമായിട്ടും ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെയാണ് ഇതിൽ വരുന്നത്. അതിൽ സ്പേസിൻ്റെ, അതായത് അത് സ്റ്റോർ ചെയ്യാൻ എടുക്കുന്ന സ്പേസിൻ്റെ അടിസ്ഥാനത്തിലും അതിൻ്റെ നേച്ചറിൻ്റെ അടിസ്ഥാനത്തിലൊക്കെയാണ് ഡേറ്റ ടൈപ്പുകൾ നമ്മൾ തിരിച്ചേക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നലെ വേരിയബിളിൻ്റെ കേസിൽ പറഞ്ഞപ്പോൾ നമ്മളവിടെ പ്രിൻ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിച്ചപ്പോൾ നമ്മൾ ആ പ്രിൻറ്റിൻ്റെ അകത്ത് കൊടുക്കുന്ന ഡേറ്റ ഏത് നേച്ചറാണ് അല്ലെങ്കിൽ ഏത് ടൈപ്പിലെയാണെന്ന് നമ്മളതിൽ ഒരു ഫോർമാറ്റ് സ്പെസിഫയർ വെച്ചിട്ട് സ്പെസിഫൈ ചെയ്തിരുന്നു. കാര്യം എന്താ, എന്നാൽ മാത്രമേ ആ ഒരു ഫോർമാറ്റ് സ്പെസിഫയറിൻ്റെ അകത്തോട്ട് ഏത് തരത്തിലുള്ള ഡേറ്റയാണ് വരുന്നത് നമ്മൾ പറഞ്ഞു കൊടുക്കണം, എന്നാൽ മാത്രമേ അതിന് പ്രിൻ്റ് ചെയ്യാൻ സാധിക്കുള്ളൂ.
അപ്പോൾ നമ്മൾ ഇന്നലെ പറഞ്ഞു നമ്മൾ 5 എന്ന് പറയുന്ന ഒരു നമ്പർ, ഒരു സിംഗിൾ ഡിജിറ്റ് നമ്പർ, ഡെസിമൽ പാർട്ട് ഇല്ലാത്ത ഒരു ഡിജിറ്റാണ് നമ്മൾ കൊടുത്തത്. അപ്പം നമ്മൾ ഒരു ഫോർമാറ്റ് സ്പെസിഫയർ എന്താ കൊടുത്തത്? %d ആണ് കൊടുത്തത്. ഓക്കെ, ഞാനിവിടെ എഴുതി കാണിക്കാം. അതായത് നമ്മൾ ഇന്നലെ ഞാൻ ജസ്റ്റ് കമൻറ്റുകളായിട്ടാണ് ഞാനിവിടെ എഴുതുന്നത്. നമുക്ക് പ്രോഗ്രാം വരുമ്പോൾ ആക്ച്വലി നമുക്ക് പ്രോഗ്രാം ചെയ്യാം. ഇപ്പോൾ പ്രിൻ്റ് എഫിൻ്റെ അകത്ത് ഞാൻ ഇന്നലെ എന്താ കൊടുത്ത? ഞാൻ ഇന്നലെ %d ഒരു 5 കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക? ഈ 5 എന്ന് പറയുന്നത് ഒരു ഇൻറ്റീജറാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് %d ഉപയോഗിക്കാം, അതായത് ഡിജിറ്റ് %d ഉപയോഗിക്കാം പ്ലേസ് ഹോൾഡർ ഇട്ട്, അല്ലെങ്കിൽ %i ഉപയോഗിക്കാം. നിങ്ങൾ ശ്രദ്ധിച്ചോണം ആ കാര്യം. അതുപോലെ തന്നെ എനിക്ക് വേണമെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാം, എനിക്കൊരു 5.7 ആണ് സ്റ്റോർ ചെയ്യേണ്ടത് അല്ലെങ്കിൽ പ്രിൻറ്റ് ചെയ്യേണ്ടതെന്ന് വെക്കുക. ഓക്കെ, പ്രിൻറ്റ് ചെയ്യേണ്ടത് 5.7 ആണെങ്കിൽ ഞാൻ %d കൊടുത്തിട്ട് കാര്യമില്ല. കാര്യം എന്താ? അത് ഡെസിമൽ പാർട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പ്ലേസ് ഹോൾഡർ നമ്മൾ എഴുതുമ്പോൾ നമ്മൾ ഡെസിമൽ പോയിന്റുകൾ കാണിക്കാനുള്ള അല്ലെങ്കിൽ ഡെസിമൽ പോയിന്റുകൾ പ്രിൻ്റ് ഔട്ട് ചെയ്യാനുള്ള ഫോർമാറ്റ് സ്പെസിഫയർ വേണം നമ്മളവിടെ കൊടുക്കാൻ. നിങ്ങൾ സൂക്ഷിച്ചോണം, അത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അപ്പോൾ നമ്മൾ %f കൊടുക്കാം. %f കൊടുത്തിട്ട് 7.1 എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ എന്താ മനസ്സിലാവുന്ന? നമ്മുടെ പ്രോഗ്രാമിന് മനസ്സിലാവും 7.1 എന്ന് പറയുന്നത് ഒരു ഡെസിമൽ വാല്യൂ ആണ്. അപ്പോൾ അവിടെ കൊടുത്തിരിക്കുന്ന പ്ലേസ് ഹോൾഡർ എന്താണ്? %f ആയതുകൊണ്ട് തന്നെ അവിടെ പ്രിൻ്റ് ചെയ്ത് കാണിക്കാൻ ഉദ്ദേശിക്കുന്ന എന്ത് തരത്തിലുള്ള ഡേറ്റ ആയിരിക്കും? ഒരു ഡെസിമൽ ടൈപ്പ് ആയിരിക്കും. അപ്പോൾ നമ്മൾ എന്താ 7.1 എന്ന് പറഞ്ഞാൽ ഡെസിമൽ നമ്പർ നമ്മൾ കൊടുത്തിട്ടുണ്ട്, റൈറ്റ്? അതുപോലെ തന്നെ എനിക്കിനി ഒരു ക്യാരക്ടറാണ് പ്രിൻ്റ് ചെയ്യണമെങ്കിലോ? അങ്ങനെയാണെങ്കിൽ എന്താ ചെയ്യേണ്ട? %c കൊടുക്കണം. എന്നിട്ട് ഞാൻ എന്താ കൊടുക്കുക? ഒരു a കൊടുക്കുകയാണെങ്കിൽ a പ്രിൻ്റ് ആവും. അപ്പോൾ ഇതാണ് ഡേറ്റ ടൈപ്പുകളുടെ ഒരു പ്രധാന നമുക്ക് അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. നമുക്കൊരു പ്രോഗ്രാം ചെയ്ത് നോക്കാം. ഞാൻ ഒരു പ്രോഗ്രാം എഴുതുവാണ്. പൊക്കത്ത് എഴുതിയിരിക്കുന്നതിന് നിങ്ങൾ കാര്യമാക്കേണ്ട കാര്യം കമൻ്റ് ഇട്ട് കൊടുത്തിരിക്കുന്നത് കൊണ്ട് തന്നെ എന്താ സംഭവിക്കുക? അത് കമൻ്റായിട്ട് റെക്കഗ്നൈസ് ചെയ്യും. അതൊരിക്കലും എക്സിക്യൂട്ട് ചെയ്യത്തില്ല. ഇൻറ്റ് മെയിൻ നമുക്ക് വോയിഡ് കൊടുക്കാം. എന്നുവെച്ചാൽ ഒന്നും ആ ഒരു ഫങ്ഷൻ ഒന്നും റിട്ടേൺ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ അതിന് ഒരു സാധനം വഹിക്കുന്നില്ല. ഓക്കെ, അത്ര നിങ്ങൾ മനസ്സിലാക്കുക. നമുക്ക് ഫങ്ഷൻസിനെ പറ്റി കൂടുതൽ പഠിക്കുമ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം എന്താ സംഭവം എന്ന്. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യുക? ഞാൻ പ്രിൻറ്റിൻ്റെ അകത്ത് ഞാനൊരു ഡെസിമൽ വാല്യൂ, ഒരു ഡെസിമൽ അല്ല, ഒരു സിംഗിൾ ഇൻറ്റീജർ പ്രിൻറ്റ് ചെയ്യാൻ പോകും. അപ്പോൾ 5 എന്ന് കൊടുത്തു, റൈറ്റ്? അപ്പോൾ നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഇത് റൺ ചെയ്യാൻ നേരത്ത് കണ്ടോ 5 പ്രിൻ്റായി. ഇനി എനിക്ക് 7.1 പ്രിൻറ്റ് ചെയ്യണമെങ്കിലോ? 7.1 പ്രിൻറ്റ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? ഞാൻ ആ 7.1 കൊടുക്കുമ്പോൾ ഞാൻ എന്ത് ചെയ്യണം? ആ ഡെസിമൽ ടൈപ്പിലുള്ള ഫോർമാറ്റ് സ്പെസിഫയർ വേണം ഞാൻ അവിടെ യൂസ് ചെയ്യാൻ. അവിടെ ഒരിക്കലും d കൊടുത്താൽ പ്രിൻ്റ് ആവില്ല. കാര്യം എന്താ? d എന്ന് പറയുന്നത് ഡെസിമൽ പോയിൻ്റ് ഇല്ലാത്ത സംഖ്യ കാണിക്കാനായിട്ടുള്ളതാണ്. ഓക്കെ, അല്ലെങ്കിൽ അതിനെ റെപ്രസെൻറ്റ് ചെയ്യാനാണ്. അപ്പം ഞാൻ കൊടുക്കേണ്ടത് %f ആണ്. ഓക്കെ, നമുക്ക് നോക്കാം, റൺ ചെയ്ത് നോക്കാം എന്താ വരുന്നത് നമുക്ക് നോക്കാം. കണ്ടോ 7.1. ഇത് നിങ്ങൾക്ക് എന്താ മനസ്സിലായി? ഇവിടെ ഒരു സംഭവം ഉണ്ട്, ഇത് മനസ്സിലായോ കാര്യം? ഞാൻ ഈ പ്രിൻ്റ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഞാൻ കൊടുത്തേക്കണ 5 ആണ് ഇവിടെ പ്രിൻ്റ് ആയിക്കണേ. കണ്ടോ, ഈ 5 എന്ന് വെച്ചാൽ ഞാനിവിടെ പ്രിൻ്റ് 5 കൊടുത്തേക്കുക. അപ്പോൾ അത് കഴിഞ്ഞിട്ട് 7.1 പ്രിൻ്റ് ചെയ്യാൻ ഞാൻ കൊടുത്തിട്ടുണ്ട്, റൈറ്റ്? അപ്പോൾ ഈ 5 കഴിഞ്ഞിട്ട് ഒരിക്കലും അടുത്ത ലൈനിലോട്ടോ അല്ലെങ്കിൽ ഒരു സ്പേസോ ഓട്ടോമാറ്റിക്കലി ചെയ്യില്ല. ഓട്ടോമാറ്റിക്കലി നമ്മുടെ C പ്രോഗ്രാം ചെയ്യില്ല, ഏതൊരു പ്രോഗ്രാം ആണെങ്കിലും ചെയ്യില്ല. നമ്മൾ സ്പെസിഫൈ ചെയ്ത് കൊടുക്കണം അടുത്ത ലൈനിലോട്ട് പോകണമെങ്കിൽ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ അതായത് ഈ %d കഴിഞ്ഞിട്ട് ഒരു എസ്കേപ്പ് സീക്വൻസ്, അതായത് /n ഇടുവാണെങ്കിൽ എന്താ സംഭവിക്കുക? അടുത്ത ലൈനിലോട്ട് ഓട്ടോമാറ്റിക്കലി പോകും. എന്നിട്ട് 7.1 പ്രിൻ്റ് ആവും. ഇനി ഞാൻ printf ക്യാരക്ടർ പ്രിൻ്റ് ചെയ്യാനായിട്ട് എന്ത് ചെയ്യുക? %c എന്നിട്ട് ഞാനൊരു c തന്നെ കൊടുത്തു, അല്ലെങ്കിൽ വേണ്ട a കൊടുക്കാം. ഓക്കെ, ഇത് നിങ്ങൾക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുമോ? ഞാൻ ഇവിടെ /n കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്താ സംഭവിച്ചാൽ 5 പ്രിൻ്റ് ആയിട്ട് /n കൂടി എക്സിക്യൂട്ട് ചെയ്യും. /n കൂടി എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക?
5 പ്രിൻ്റ് ആയിട്ട് /n എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ അടുത്ത ലൈനിലോട്ട് പോയിട്ടായിരിക്കും 7.1 പ്രിൻ്റ് ആകുക. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുക? 7.1 കഴിഞ്ഞിട്ട് ഞാൻ /n കൊടുത്തിട്ടില്ല. അപ്പോൾ എന്താ സംഭവിക്കണമെന്ന് കണ്ടോ, അത് കഴിഞ്ഞിട്ട് A പ്രിൻ്റായി. അപ്പോൾ ഈ %f കഴിഞ്ഞിട്ട് ഞാൻ /n കൊടുത്താൽ 7.1 പ്രിൻ്റ് ആയതിനു ശേഷം ആ /n എക്സിക്യൂട്ട് ചെയ്യും. അപ്പോൾ എന്താ സംഭവിക്കുക? അടുത്ത ലൈനിലായിരിക്കും A പ്രിൻ്റ് ആകുന്നത്. ഓക്കെ, അതായത് നമുക്ക് പ്രിൻറ്റിൻ്റെ അകത്ത് അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചോണം. ഞാനിവിടെ ഒരു കമൻ്റായിട്ട് എഴുതി കാണിച്ചു തരാം. ഇപ്പം ഞാനൊരു പ്രിൻറ്റ് എഫ് എന്ന് കൊടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഈ ഒരു ഫംഗ്ഷൻ്റെ അകത്തേക്ക് നമ്മൾ 2 കാര്യങ്ങളായിരിക്കുമല്ലോ നമ്മൾ കൊടുക്കുന്നത്. അതായത് ഈ കോമ കഴിഞ്ഞിട്ട് ഞാൻ എന്താ എഴുതുന്നത്, ഏത് വാല്യൂ ആണോ അവിടെ വരേണ്ടത് അത് ഞാനിങ്ങനെ ചുമ്മാ ആറെന്ന് പറഞ്ഞ് കൊടുത്തു. എന്നിട്ട് ഈ കോട്ടില്ലേ, ഡബിൾ കോട്ടിൻ്റെ അകത്ത്, അതിൻ്റെ അകത്ത് എനിക്ക് വേണമെങ്കിൽ എഴുതാൻ പറ്റും. ഇപ്പോൾ ദ ഡിജിറ്റീസ് എന്നും പറഞ്ഞിട്ട് നമുക്ക് എഴുതാൻ പറ്റും. കാര്യം നമ്മൾ സാധാരണ പ്രിൻ്റ് വിളിക്കുമ്പോൾ എങ്ങനെ പ്രിൻ്റ് എഫ് ഫംഗ്ഷൻ വിളിക്കുമ്പോൾ അതിൻ്റെ അകത്തേക്ക് ഹലോ വേൾഡ് എന്ന് കൊടുത്താൽ അത് പ്രിൻ്റ് ആവില്ലേ. അതുപോലെ തന്നെ കോട്ടിൻ്റെ അകത്ത് എന്താണോ കൊടുക്കുന്നത് പ്രിൻ്റ് ആവും. എന്നിട്ട് ആ പ്രിൻ്റ് ആകുന്ന സമയത്ത് എനിക്ക് ആ കോമ കഴിഞ്ഞേക്കുന്ന വാല്യൂ ഇതിൻ്റെ അകത്ത് വരണമെങ്കിൽ അവിടെ നമ്മൾ എന്ത് കൊടുക്കണം? അവിടെ കൊടുക്കേണ്ട സാധനമാണ് പ്ലേസ് ഹോൾഡർ അല്ലെങ്കിൽ ഫോർമാറ്റ് സ്പെസിഫയർ. അപ്പോൾ അങ്ങനെയുള്ള ഫോർമാറ്റ് സ്പെസിഫയർ ഉപയോഗിക്കുന്ന വഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കോമ കഴിഞ്ഞ് കൊടുത്തേക്കുന്ന വാല്യൂ ഇവിടെ നമുക്ക്, അതായത് ആ ഒരു %d അവിടെ പ്രിൻ്റ് ആകുകയാണ് ചെയ്യുന്നത്. റൈറ്റ്, ഞാനിതിവിടെ നിന്ന് എടുത്തിട്ട് മേളിലൊന്ന് കാണിച്ചു തരാം. അത് നിങ്ങൾ അറിഞ്ഞിരിക്കുന്ന കേട്ടോ കാര്യം. പല പ്രോഗ്രാംസും നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യുന്നൊരു കാര്യമായിരിക്കും. കണ്ടോ, ഇത് ഡിജിറ്റീസ്, അതെന്താണെന്നറിയാം. ഇവിടെ നമ്മൾ /n കൊടുത്തില്ല. അപ്പോൾ നമുക്ക് ഇവിടെ /n കൊടുക്കാം. നമുക്ക് ഇവിടെ തന്നെ അല്ല കേട്ടോ, വേണമെങ്കിൽ നമുക്കിത് ഈ ഒരു ദ ഇസ് ദ ഡിജിറ്റ് എന്ന് പറഞ്ഞില്ല, അവിടെ വേണമെങ്കിൽ നമുക്ക് /n കൊടുക്കാം. അപ്പോൾ എന്താ സംഭവിക്കണം? /n എക്സിക്യൂട്ട് ചെയ്യും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി C കഴിഞ്ഞ്, അതായത് ആ ഒരു A എന്ന് പറയുന്ന ഡിജിറ്റ് പ്രിൻ്റ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് ഒരിക്കലും അടുത്ത ലൈനിലോട്ട് പോകത്തില്ല. പിന്നെ അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ അവിടെ ഫ്രണ്ടിൽ എന്താ കൊടുത്തേക്കുന്നത്? /n. അപ്പോൾ പുതിയ ലൈനിൽ ചെന്നിട്ട് അത് പ്രിൻ്റ് ആവുള്ളൂ. റൈറ്റ്, നിങ്ങളത് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ഇതാണ് ഡേറ്റ ടൈപ്പുകളും നമ്മൾ ഡേറ്റ ടൈപ്പുകൾ പ്രിൻ്റ് ചെയ്യിക്കുന്ന ഒരു മെക്കാനിസം. ഓക്കെ, അപ്പോൾ നമ്മൾ ഫോർമാറ്റ് സ്പെസിഫയറിൽ നമ്മൾ എങ്ങനെയാണ് ഒരു ഡേറ്റ ടൈപ്പിനനുസരിച്ചിട്ടൊക്കെ നമ്മൾ കൊടുക്കണമെന്ന് പഠിച്ചു. ഇനി നമുക്ക് വേറൊരു കാര്യം നോക്കാം. ചെറിയൊരു പോർഷനും കൂടി ഉള്ളൂ. അതായത് ഞാൻ ഇതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുവാണ്. ഓക്കെ, ഇതൊക്കെ നമ്മൾ നേരത്തെ കണ്ടത്, ഇതൊക്കെ എല്ലാം ഞാൻ കമൻറ്റ് ചെയ്യുവാണ്. ഓക്കെ, എന്നിട്ട് ഞാൻ ഈ കോഡ് എന്ത് ചെയ്യുന്നു, ഒന്നും കൂടി റൺ ചെയ്യാണ്. അപ്പോൾ നിങ്ങളിവിടെ ഒരു കാര്യം ശ്രദ്ധിച്ചോ, ഞാൻ ആക്ച്വലി 7.1 എന്നാണ് കൊടുത്തേക്കുന്നത്. പക്ഷേ ഔട്ട്പുട്ടിൽ വന്നേക്കണം നോക്കിയേ 7.1000. അപ്പോൾ കുറച്ച് സീറോസ് കൂടി അവിടെ ആഡായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ നമുക്ക് സ്പെസിഫൈ ചെയ്തിരിക്കുന്നത് 7.1 എന്ന് മാത്രമേ വരാവുള്ളെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ %f മുന്നേ ഒരു പോയിൻ്റ് ഇട്ടിട്ട് എന്ത് ചെയ്യണം? അതായത് പോയിൻ്റ് കഴിഞ്ഞിട്ട് എത്ര ഡിജിറ്റ് എടുക്കണം അതിൻ്റെ സംഖ്യ എടുക്കണം. ഇപ്പോൾ 1f എന്ന് കൊടുക്കുകയാണെങ്കിൽ, 0.1f എന്ന് കൊടുക്കുകയാണെങ്കിൽ ആ ഒരു എന്താ സംഭവിക്കുക? പോയിൻ്റ് കഴിഞ്ഞിട്ട് ഒരു ഡിജിറ്റ് എടുക്കും. അപ്പോൾ നമുക്ക് നോക്കാം. കണ്ട 7.1 എന്ന് വന്നത് കണ്ടോ. ഇനി ഞാനവിടെ 0.1 പകരം 0.2 ഇട്ടാലോ എന്താ സംഭവിക്കുക? പോയിൻറ്റിന് ശേഷം 2 ഡിജിറ്റ് എടുക്കും. അപ്പോൾ എത്ര വരും? 7.10 എന്ന് വരും. കണ്ടോ, റൈറ്റ്. അപ്പോൾ ഇതുകൂടി നിങ്ങളത് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. ഇതൊരു ചെറിയൊരു ടിപ്പല്ല, ഇത് നമ്മൾ ഇതിൻ്റെ അകത്തുള്ളൊരു കാര്യമാണ്. അപ്പോൾ ബേസിക്കലി ഇതാണ് ഡേറ്റ ടൈപ്പിനെ കുറിച്ച് പറയാനുള്ള കാര്യങ്ങൾ. അപ്പോൾ ഡേറ്റ ടൈപ്പ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് ആക്ച്വലി ഇത്രേ ഉള്ളൂ. വളരെ ചെറിയ കോൺസെപ്റ്റുകളാണ്. നമുക്ക് സുഖമായിട്ട് C പ്രോഗ്രാമിംഗ് പഠിച്ചു പോകാൻ കാര്യം ഇതുപോലുള്ള ചെറിയ കോൺസെപ്റ്റുകളൊക്കെ ഉള്ളൂ. ആൻഡ് ഈ ഒരു പ്രോഗ്രാം നിങ്ങൾ അടിപൊളിയായിട്ട് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏതൊരു പ്രോഗ്രാമിലോട്ടും ഈസി നമുക്ക് സ്വിച്ച് ചെയ്ത് പോകാനും പറ്റും. റൈറ്റ്, അപ്പോൾ നമുക്ക് അടുത്ത് ക്ലിക്ക് കാണാം.